വമാ കമുല മിനൻ നിസാഇ ഇല്ലാ അർബ, സ്ത്രീകളിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ചവർ 4 പേർ മാത്രമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കഴിഞ്ഞു പോയ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വരാനിരിക്കുന്ന സ്ത്രീകളിൽ പൂർണ്ണത പ്രാപിച്ചവർ 4 പേർ മാത്രമാണെന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എണ്ണുകയാണ് ഒന്നാരാ. നബി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആസിയ ഇംറഅത്തു ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ് റളിയല്ലാഹു അൻഹ. മറ്റൊന്ന് വമറിയമു ബിൻതു ഇംറാൻ, ഇംറാൻ അലൈഹിസ്സലാമിന്റെ മകളായ മറിയമാണ് റളിയല്ലാഹു അൻഹ. മൂന്നാമത് ഖദീജ ബിൻതു ഖുവൈലിദിൻ, ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവിയാണ്. നാലാമത്തേതാരാ? ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹിന്റെ മകളായ ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ഈ 4 സ്ത്രീകളാ ലോകത്ത് കടന്നുപോയ, ഇനി ലോകാവസാനം വരെ വരാറുള്ള എല്ലാ സ്ത്രീകളിലും ഏറ്റവും ശ്രേഷ്ഠരെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബ് പറഞ്ഞത് തെറ്റിപ്പോവില്ല. റസൂലുള്ള പറഞ്ഞത് തെറ്റിപ്പോവുകയില്ല. എന്തുകൊണ്ട്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഈ പ്രവാചകന് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും സംസാരിക്കാറില്ല, എല്ലാം അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരമാണല്ലോ. അപ്പൊ ലോക സ്ത്രീകളിൽ ഏറ്റവും പൂർണ്ണത പ്രാപിച്ചവർ ആളുകൾ 4 പേരാണ്. ഒന്നാരാ? ആസിയ ബീവി റളിയല്ലാഹു അൻഹ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇംറഅത്തു ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ എന്നാണ്, മുസാഹിമിന്റെ മകൾ ആസിയ എന്നല്ല. ശ്രദ്ധിക്കണേ. എന്താണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത? ലിറ്ററേച്ചറിൽ പിജി എടുത്ത പെണ്ണല്ല ആസിയ ബീവി റളിയല്ലാഹു അൻഹ. പിന്നെയോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഡോക്ടറേറ്റ് നേടിയ പെണ്ണ് എന്നല്ല പറഞ്ഞത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നല്ല പറഞ്ഞത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ക്വാളിറ്റി അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണിയത് മെഡിസിന്റെ സർട്ടിഫിക്കറ്റ് ആസിയ ബീവിയുടെ കയ്യിലുണ്ട് എന്നല്ല. ഉമ്മത്തെ ആലോചിക്കണം, എന്താ ഖുർആൻ പറഞ്ഞത്? വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലോകത്ത് കഴിഞ്ഞു പോയ വരാനിരിക്കുന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അവസാനം ജനിക്കാനിരിക്കുന്ന മനുഷ്യന് വരെ ഈമാനിന്റെ വിഷയത്തിൽ അല്ലാഹു മാതൃകയായി പറഞ്ഞു കൊടുത്തതാരയാ? വദറബല്ലാഹു മസലാ. ആയത്താണ്, ഖുർആനാണ് എന്റെ സഹോദരാ. വദറബല്ലാഹു മസലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പറഞ്ഞു തരുന്നത് ലില്ലദീന ആമനൂ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മാതൃകയായി പറഞ്ഞു തരുന്നത് ഏതിന്റെ വിഷയത്തിലാ? ഈമാനിന്റെ വിഷയത്തിൽ. ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിലായാലും ആണിലായാലും ഒന്നാമതായി ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താ? ഈമാനാ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു പെണ്ണിൽ ഒന്നാമതായി ഉണ്ടാകേണ്ട ക്വാളിറ്റി ഈമാനാണ്. ഈമാനുള്ള പെണ്ണില് ലോകത്തെവിടെ കൊണ്ടുപോയിട്ടാലും പഠിച്ചു പോകില്ല. അല്ലാത്ത പെണ്ണിനെ ഏടെ കൊണ്ടുപോയിടണം എന്നൊന്നുമില്ല, പഠിച്ചു അല്ലേ? ചില ആളുകൾ പറഞ്ഞല്ലോ, ഈ പെണ്ണുങ്ങളൊക്കെ വഴിപഴപ്പിക്കാതിരിക്കാൻ മൊബൈലുകൾ നിരോധിക്കണം.
ഇന്നലെ ആരോ എന്നാണ് വണ്ടിന്ന് ആരോ പറഞ്ഞത്. പക്ഷെ അത് ഈ ഓപ്ഷൻ ഒന്നും വേണ്ട. നെറ്റ് അതേപോലെ വാട്സപ്പ് ഇതൊക്കെ നിരോധിക്കുകയും കോൾ ചെയ്യുക മാത്രം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാലും പെണ്ണുങ്ങളൊന്നും പേടിച്ചില്ല എന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോഴാണ് ഒരാൾ പറഞ്ഞത്. ശരിയല്ല. മൊബൈലല്ല പെണ്ണിനെ പഴപ്പിച്ചത്, ആണിനെ പഴപ്പിച്ചത്. ഈമാൻ ഇല്ലാതെ പോയതാണ് എന്റെ സഹോദരങ്ങളെ. ഈമാൻ ഉണ്ടായാൽ ലോകത്തെവിടെ ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ടാലും ആണിനെ കൊണ്ടുപോയിട്ടാലും പഴച്ചു പോകില്ല. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആണായാലും പെണ്ണായാലും ഒരാളിൽ ഒന്നാമതുണ്ടാകേണ്ടത് ഈമാനാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിന് അല്ലാഹു മാതൃക പറഞ്ഞു തന്നത് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാ. മുസാഹിമിന്റെ മകൾ ആസിയ എന്നല്ല പറഞ്ഞത്, ഫറോവയുടെ ഭാര്യയായ ആസിയ എന്നാ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? വദറബല്ലാഹു മതലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. 100% ഇസ്ലാമിന് വിരുദ്ധമായ സാഹചര്യത്തില് ആര് ജീവിച്ചത്? ആസിയ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. പക്ഷേ ആസിയ ബീവിയെ പഴപ്പിക്കാൻ ഫറോവക്ക് കഴിഞ്ഞില്ല. ഫറോവയുടെ താടപീഡനങ്ങൾക്ക് കഴിഞ്ഞില്ല. ഫറോവയുടെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞില്ല. തന്ത്ര കുതന്ത്രങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇവിടെയാ ഒരു പെണ്ണിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടത് ഈമാനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഈമാൻ ഇല്ലാത്ത പെണ്ണ് കോളേജിൽ പോകണമെന്നൊന്നുമില്ല, സ്കൂളിൽ പോകണമെന്നില്ല, അല്ലാതെയും വെച്ചു. ഈമാൻ ഉണ്ടായാലോ പഴപ്പിക്കാൻ കഴിയില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം എടുത്തു പറഞ്ഞു. എന്തിനാ അല്ലാഹു ആസിയ ബീവിയെ ലോകത്ത് പരിചയപ്പെടുത്തിയത്? വെറുതെ പറഞ്ഞതാ? കഥ കേൾക്കാൻ പറഞ്ഞല്ലേ? കഥ കേൾക്കാൻ പറഞ്ഞതല്ല, ലോകം പഠിക്കാൻ, ലോകം മനസ്സിലാക്കാൻ. ഒരു പെണ്ണിലേക്ക് ആദ്യമായി നിക്ഷേപിക്കേണ്ടത് ഈമാന്. ആണായാലും പെണ്ണായാലും ഉണ്ടാകേണ്ടത് ഈമാന്. ഇതാ ഖുർആൻ പറഞ്ഞത്. ഈ പണി എവിടുന്ന് തുടങ്ങേണ്ട പണിയാ? മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും നല്ല തുടങ്ങണ്ടേ? ഈ പണി വീട്ടിന്റെ അകത്ത് തുടങ്ങണ്ടിയ. വീട്ടിന്റെ അകത്ത് നിന്ന് മക്കളിലേക്ക് ഈമാൻ ഇഞ്ചക്ട് ചെയ്യേണ്ടത് വീട്ടിന്റെ അകത്താണ് ആ പണി നടക്കേണ്ടത്. കഴിഞ്ഞ സമൂഹത്തിൽ നടന്നിരുന്നു, ഇപ്പൊ നടക്കില്ല. പ്രശ്നം കഴിഞ്ഞ സമൂഹത്തിൽ അത് നടന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാ നടന്നത്? കുട്ടിയെ ഗർഭം ധരിച്ചിരുന്ന സമയത്തെ കുഞ്ഞുമക്കൾക്ക് മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഭക്ഷണം, അതേപോലെ ശരീരം വളരാൻ ആവശ്യമായ വൈറ്റമിനുകൾ എത്തിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഈമാനും എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈറ്റമിൻ ഗുളിക ഉമ്മ കഴിക്കണുള്ളൂ, ഗർഭിണിയായ ഉമ്മ. പക്ഷെ കുട്ടിക്ക് ഈമാൻ കിട്ടേണ്ട പണിയൊന്നും ഉമ്മ ചെയ്യില്ല. മക്കളെ ഗർഭം ധരിക്കുന്ന ഉമ്മ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴേ നിങ്ങൾ ഈമാൻ ഇഞ്ചക്ട് ചെയ്യണം. കഴിഞ്ഞ സമൂഹം ചെയ്തിരുന്നുല്ലേ? ഗർഭിണിയാകുന്ന പെണ്ണിരുന്നിട്ട് ഖുർആൻ ഓതുമായിരുന്നു. ഗർഭിണിയായ പെണ്ണ് നല്ല ചിന്തയിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. ഗർഭിണിയായ പെണ്ണിനോട് വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മമാർ പറയും, മോളെ ബദരിയത്ത് ചൊല്ല് മോളെ എന്ന്, ബദരിയത്തിൽ മങ്കൂസയ്യ ചൊല്ല് എന്ന്. അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി എന്ന് തുടങ്ങി ചൊല്ലുമ്പോൾ സത്യത്തിൽ ആ ഉമ്മ ചൊല്ലുന്നതോടുകൂടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ ഹൃദയത്തിൽ കുഞ്ഞിലെ അസ്ഹാബുൽ ബദറിന്റെ ഈമാനാണ് ഇഞ്ചക്ട് ചെയ്ത് കടത്തിവിട്ടത്. നഫീസത്തുമാല ചെല്ലാറുണ്ടായിരുന്നു. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ചെല്ലാൻ അറിയുമോ? ഇന്നത്തെ പെൺകുട്ടികൾക്ക് റിമോട്ട് എടുത്തിട്ട് ചാനലുകൾ മാറ്റാൻ അവർ പഠിച്ചിരിക്കുന്നത് നമ്മുടെ കൈകളിൽ നിന്ന്. അതല്ലേ നമ്മൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ് തകരാർ? അടിസ്ഥാന കാരണങ്ങളെ ചികിത്സിക്കാതെ ഉമ്മത്തിൽ മാറ്റമുണ്ടാകില്ല എന്റെ സഹോദരാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈമാനാണ് മക്കളിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടത് എന്ന്. നോക്കണേ നിങ്ങൾ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആരുടെ കൊട്ടാരുടെ മകൾ? ആസിയ ബീവി മുസാഹിമിന്റെ മകളാ. മുസാഹിമാരാ ഫറോവയുടെ അധികാരത്തിന്റെ കീഴിൽ ജീവിച്ച, ഈജിപ്തിൽ ജീവിച്ച ആളാ മുസാഹിം. സാത്വികനായ മനുഷ്യന്. മുസാഹിമിന്റെ സ്വാലിഹത്തായ മോളാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആസിയ അതീവ സൗന്ദര്യമുള്ള പെണ്ണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ
മാതാവിനോടൊത്ത് നൈൽ നദിയിലേക്ക് കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോകുമ്പോഴാ ഫറോവക്ക് എല്ലാ ദിവസവും ഈജിപ്തിൽ കൈറോയുടെ നൈൽ നദിയുടെ തീരത്തുകൂടെ ഒരു ഉലാത്തലുണ്ട്. ഫറോവ ഇങ്ങനെ ഉലാത്താൻ പോകുമ്പോഴാണ് ആസിയ ബീവിയെ കാണുന്നത് റളിയല്ലാഹു അൻഹ. 15 വയസ്സുമായുള്ള പ്രായമുള്ള പെണ്ണ്, അതീവ സൗന്ദര്യമുള്ള പെണ്ണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ നെറ്റിയിൽ പൊതിഞ്ഞു. ഫറോവ തന്റെ ഏറ്റവും അടുത്ത അനുയായി വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണിന്റെ വീട് എവിടെയെന്ന് അന്വേഷിച്ചു വരാൻ. കൊട്ടാരത്തിലേക്ക് വിവരമെത്തിയപ്പോ മറ്റൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു കൊണ്ടുവരാൻ. മുസാഹിബ് കൊട്ടാരത്തിലേക്ക് വന്നപ്പോ ഫറോവ പറഞ്ഞു, നിങ്ങൾക്ക് ആസിയ എന്ന പേരുള്ള മകളില്ലേ, ആ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്നാണ് ഫറോവ പറയുന്നത്. സത്യത്തിൽ മുസാഹിബ് ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിലായി. കാരണം മുസാഹിബിന് ഫറോവ ഇഷ്ടമല്ല, ഫറോവ തമ്മാടിയ. നൈൽ നദിയുടെ തീരത്ത് റിസോർട്ടുകൾ പണിത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സുന്ദരിമാരായ പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്ത് അവരോടൊത്ത് രമിക്കുന്ന വ്യഭിചരിക്കുന്ന തമ്മാടിയാണ് ഫറോവ. അതുകൊണ്ട് തന്നെ മുസാഹിമിന് സ്വാധികനായ മുസാഹിമിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമില്ല. പക്ഷേ വിവാഹം ചെയ്തു കൊടുത്തില്ലേ പിന്നെ ഫറോവ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് കണക്കുമുണ്ടാകില്ല. നിർബന്ധിതമായ അവസ്ഥയിലാ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. മുസാഹിമിന്റെ ഫറോവ ഇഷ്ടമല്ല. ഏതായാലും വിവാഹം നടക്കുകയാ. ആസിയ എന്ന 15 വയസ്സുള്ള സുന്ദരിയായ മോൾ ഫറോവയുടെ കൊട്ടാരത്തിലായി എത്തിച്ചേരുന്നത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ചരിത്രം വിശദമായി പറയാൻ സമയമില്ല. ഉമ്മമാർ നല്ലപോലെ കേൾക്കണേ, വിശദമായി പറയാൻ സമയമില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നബുവത്ത് കൊടുത്തു. അല്ലാഹു പറഞ്ഞല്ലോ, ഇദ്ഹബി ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ തസക്ക വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ശാ ഫഅറാഹു الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. അല്ലാഹു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് നബുവത്ത് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബി ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഫറോവയുടെ കൊട്ടാരത്തിൽ ചെല്ലണം, ഫറോവയെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യണമെന്ന് മൂസാ നബി പറഞ്ഞു. എന്റെ സംസാരം ഫറോവക്ക് മനസ്സിലാകില്ലല്ലോ റബ്ബേ. ഫറോവക്ക് കാരണം എന്റെ നാവിന് വെക്കുണ്ടല്ലോ റബ്ബേ, സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴാ മൂസാ നബി പറഞ്ഞത്, അർസിൽ ഇലാ ഹാറൂൻ, എന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കണമെന്ന്. രണ്ടുപേരും ഫറോവയുടെ കൊട്ടാരത്തിൽ ചെല്ലുകയാ. ഫറോവയെ വിശുദ്ധ ദീനിലേക്ക് പ്രബോധനം ചെയ്യുകയാണ്. പക്ഷേ ഫറോവ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഫകദ്ദബ വഅസാ ثم أدبر يسعى. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫറോവ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും മഴല് ആ കൊട്ടാരത്തിൽ ചില ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറുകയാണ്. അതാരാ? ആസിയ ബീവി റളിയല്ലാഹു അൻഹ, മറ്റാരാ? മാഷിത ബീവി റളിയല്ലാഹു അൻഹ. അതേപോലെ മാഷിത ബീവിയുടെ ഭർത്താവ് ആരാണ്? എന്റെ സഹോദരങ്ങളെ, ആസിയ ബീവി ആരാ നിങ്ങൾക്കറിയാലോ? ഫറോവയുടെ ഭാര്യ. എന്നാൽ കൊട്ടാരത്തിൽ മറ്റൊരാൾ കൂടെ വിശ്വസിച്ചു. അവരുടെ പേരാണ് മാഷിത. മാഷിത ആരാ? കൊട്ടാരത്തിലെ പരിചാരികയാ. ഫറോവയുടെ കൊട്ടാരത്തിലെ പരിചാരികയാ. മാഷിത ബീവിയുടെ ഭർത്താവ് കൊട്ടാരത്തിലെ പരിചാരകനാ. അവർ വിശ്വസിച്ചിട്ടുണ്ട്. ഈ 3 പേരും വിശ്വസിച്ചു. പക്ഷേ അവരവരുടെ ഈമാൻ മറച്ചു വച്ചിരിക്കുകയാ. എന്താ കാരണം? ഈമാൻ പരസ്യമായി, വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഫറോവ ക്രൂരമായി മർദ്ദിക്കുമെന്നവർക്കറിയാം. വിശ്വാസം രഹസ്യമാക്കി വെച്ചിട്ടാണ് അവർ മുന്നേറുന്നത്. ഒരു ദിവസം മാഷിത ബീവിയുടെ കൊട്ടാരത്തിലെ ജോലി. ഫറോവക്ക് മറ്റു ഭാര്യമാരിൽ ധാരാളം പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ കുളിപ്പിക്കുക, അവരുടെ ശുശ്രൂഷ ഇതായിരുന്നു. മാഷിത ബീവിയുടെ കൊട്ടാരത്തിലെ ജോലി ഇതായിരുന്നു. ഒരു ദിവസം ഫറോവയുടെ ഒരു മകളെ കുളിപ്പിച്ചവരുടെ മുടി ഇങ്ങനെ ചെയ്യി കൊടുക്കുമ്പോഴാ കയ്യിൽ നിന്ന് ചേർപ്പ് താഴേക്ക് വീണത്. ചേർപ്പ് താഴേക്ക് വീണപ്പോ മാഷിത ബീവി ആ ചേർപ്പെടുത്തു.
എടുത്തപാട് ചെറുപ്പ താഴേക്ക് വീണപാട് പറഞ്ഞല്ലോ അല്ലാ. അതേതൊരു ഈമാനും ഖൽബിന്റെ അകത്ത് കിടന്നാരുടെ സ്വഭാവമാണല്ലോ അതിലെ. ഗ്ലാസ് പെട്ടെന്ന് കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു, അല്ലാഹ് അല്ലാഹ് പറയാ. എന്നോട് കണ്ണൂർ ജില്ലയിലേക്ക് ഒരാൾ പറഞ്ഞു, അയാളെ കുട്ടീനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർത്തു. ഈ ക്രൈസ്തവർ പഠിപ്പിക്കൽ മാനേജ്മെന്റ് ആയ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ ഞായറാഴ്ച ഒരു ദിവസം അയാളുടെ വീട്ടിൽ കുട്ടികളെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ചായ കൊണ്ടുപോയി. ചായന്റെ ഗ്ലാസ് ഇയാൾ വാങ്ങിയപ്പോ ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിയപ്പോ എല്ലാരും അല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ 3.5 വയസ്സുള്ള കുട്ടി പറയാം, അയ്യോ യേശുദേവമേ. ഇയാൾ പറയാ, ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം അപ്പോഴാ എനിക്ക് ബോധ്യമായത്. ഞാൻ ചെയ്ത അബദ്ധം അപ്പോഴാ എനിക്ക് ബോധ്യമായത്. ആശിദാ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ചെറുപ്പ താഴേക്ക് വീണപ്പോ അല്ലാഹ് എന്ന് ആശിദാ ബീവി പറഞ്ഞു പോയി. ഇത് ഫറോവയുടെ മകൾ കേട്ടപ്പോ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? അലകി റബ്ബിൻ അലകി റബ്ബുൻ ഗൈറു അബി, എന്റെ പിതാവല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ? ആശിദാ ബീവി പറഞ്ഞു, ഉണ്ട്. മകൾ ചോദിച്ചു, ആരാ? അമൻതു ബി റബ്ബി മൂസാ വഹാറാൻ, മൂസാ നബിയും ഹാറൂനും പരിചയപ്പെടുത്തിയ റബ്ബാൻ. ഉടനെ ഫറോവയുടെ മകൾ ഫറോവയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ മാഷിത്ത് നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല, മൂസയിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ആശിദാ ബീവി പിടിച്ചുകൊണ്ടുവന്നോ? ചരിത്രം പറയാൻ വിശദമായ സമയം എന്റെ മുമ്പിലില്ല. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? വിശുദ്ധ ഖുർആൻ ഒരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ആദ്യം കടത്തിവിടേണ്ടത്, ഉമ്മ എവിടെയാ നമുക്ക് അബദ്ധം പറ്റിയത്? ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കാനല്ല, ഒരു കുട്ടിയുടെ ഖൽബിലേക്ക് കടത്തിവിടേണ്ടത്, ഫാത്തിമ മോൾ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയിട്ടുണ്ട്, നീയും അങ്ങനെ ആകണം എന്നല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവ ഈ ജീവിതം തന്നത്, ഈ ജീവിതം അവന് സമർപ്പിക്കാനുള്ളതാ. ഈ ബോധമാണ് എന്റെ പെങ്ങളെ ഒരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് കടത്തിവിടേണ്ടത്. അത് കടത്തിവിടാത്തതാ ഈ ഉമ്മത്തിന് സംഭവിച്ചു പോയ തകരാറെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഒരു ബോധം കുഞ്ഞിന്റെ ഖൽബിലുണ്ടോ? ലോകത്ത് നിങ്ങൾ പെണ്ണിനെ എവിടെ കൊണ്ടുപോയിട്ടാലും പെണ്ണ് നാശമായി പോകില്ല. ആശിദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉണ്ട്, എന്റെ റബ്ബ് അല്ലാഹുവാ. ഫറോവയുടെ മകൾ ചെന്നിട്ട് പറഞ്ഞു, ആശിദ മൂസയുടെ റബ്ബിലാ വിശ്വസിച്ചിരിക്കുന്നത്. ഫറോവയുടെ കിങ്കരന്മാർ ഫറോവയുടെ കൽപ്പന പ്രകാരം ആശിദാ ബീവിയെ പിടിച്ചുകൊണ്ടുവന്നു. ഫറോവ ചോദിച്ചു, ആശിദ നിനക്ക് ഞാനില്ലാതെ ഒരു റബ്ബുണ്ടോ? ആശിദാ ബീവി എവിടെയും സധീരം പറഞ്ഞു, ഉണ്ട്, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാൻ. ആ സമയത്ത് ഫറോവ ആശിദാ ബീവിയോട് പറഞ്ഞു, ആശിദ ഈ വിശ്വാസത്തിൽ നീ പിന്മാറിയില്ലേ, മാതൃകാപരമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ആശിദ. പിന്നെ ഈ രാജ്യത്ത് ഒരാളും മൂസയുടെ കൂടെ കൂടില്ല. ആ രീതിയിലുള്ള മാതൃകാപരമായ ശിക്ഷയ്ക്ക് ഞാൻ നിന്നെ വിധേയമാക്കും. ആശിദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ അല്ലാഹുവിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറില്ല. ചിന്തിക്കണം, ഈമാൻ ഖൽബിന്റെ അകത്തേക്ക് കടന്നാൽ അങ്ങനെയാ. ഒരൊറ്റ വഅദ് കേട്ടതാണ് എന്റെ സഹോദരങ്ങളെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ പ്രഭാഷണമാ വഅദ്. ആശിദാ ബീവി കേട്ടുള്ളോ? ഖൽബിന്റെ അകത്തെ ഈമാൻ ആശിദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ റബ്ബിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറല്ല. ആശിദാ ബീവി അപ്പൊ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല എന്റെ ഭർത്താവും ഈ വിശ്വാസത്തിലാ. ഫറോവയുടെ കിങ്കരന്മാർ അതാ ഓടിച്ചെന്നല്ല ആശിദാ ബീവിയുടെ ഭർത്താവിന്റെ അടുത്തേക്ക്, അവരെയും പിടിച്ചുകൊണ്ടുവന്നല്ലോ. 4 പൊന്നു മക്കളുണ്ടല്ലോ ആശിദാ ബീവിക്ക് തന്റെ ഭർത്താവിൽ. ഇങ്ങനെ 6 കുടുംബത്തെ ചുട്ടുപഴുത്ത മടനാരണ്യത്തിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഈജിപ്ത് കണ്ട ആളുകൾക്കറിയാം, 96% മരുഭൂമിയാ. മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മടരാരണ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാ, കടത്തുകയാ.
ചുട്ടുപൊള്ളുന്ന മലരാരണ്യത്തില് ദിവസങ്ങളോളം വെയിൽ കൊണ്ടവർ വിളറിപ്പോയിരിക്കുകയാ. മാഷിദ ബീവിയോട് ചോദിച്ചു, ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല മാഷിദ, നീ മാറിയോ മാഷിദ? മാഷിദ ബീവി പറഞ്ഞു, ഇല്ല, ഈ മരുഭൂമിയിൽ കിടന്ന് ദാഹിച്ച് വിശന്ന് ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വന്നാലും അല്ലാഹുവിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറില്ല എന്ന്. അപ്പോഴാ ഫറോവ പറഞ്ഞത് തന്റെ കിങ്കരന്മാരോട്, വലിയ അടുപ്പ് നിർമ്മിച്ചോ, അടുപ്പിന്റെ മുകളിൽ വലിയ പാത്രം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു, പാത്രം നിറയെ എണ്ണ ഒഴിക്കാൻ പറഞ്ഞു, ആ പാത്രത്തിന്റെ അടിയിൽ തീ കത്തിക്കാൻ പറഞ്ഞു. എണ്ണ ഇങ്ങനെ തിളച്ചു മറയുമ്പോഴാ എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞത്, മാഷിദ മൂസയുടെ ദീനിൽ നിന്ന് നീ മാറിയിട്ടില്ലേ? നിന്നെയും പിഞ്ചുമക്കളെയും ഭർത്താവിനെയും മാതൃകാപരമായി ഞാൻ ശിക്ഷിക്കുമെന്ന് മാറാൻ തയ്യാറായില്ല. മാഷിദ ബീവിയുടെ ഭർത്താവിനെ പിടിച്ച് എണ്ണയിലേക്ക് എറിയുകയാണ്. എണ്ണയിൽ കിടന്ന ഭർത്താവ് വെന്തുരുകുന്നതാ ഒരു പെണ്ണ് നോക്കി നിൽക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ നടന്ന കോടതി വിധിച്ചല്ലോ 50 ലക്ഷം കൊടുക്കണമെന്ന്. ബിൽഖീസ് ബാനുവിന് 50 ലക്ഷം കൊടുക്കണമെന്ന് ഇന്ത്യ കോടതി വിധിച്ചല്ലോ. ഇന്ത്യൻ കോടതി. ചില ആൾക്കാർ പറയില്ല ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല, ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല, എന്ത് ശരിയില്ല. ഓല് ചിന്തിക്കണം, ഇന്ത്യൻ കോടതിയാണ് വിധിച്ചത്. 50 ലക്ഷം കൊടുക്കണമെന്ന് എന്താ ഒരു പെണ്ണ് അനുഭവിച്ച വേദനകളാണ് പറഞ്ഞതെന്നാൽ എന്റെ ഭർത്താവ് എണ്ണയിൽ ഇങ്ങനെ കിടന്ന് വെന്തുരുകുന്നതാ കാണുന്നത്. മാഷിദ ബീവി കരഞ്ഞപ്പോ ഫറോവ ചോദിച്ചു, മാഷിദ പിന്മാറിയോ എന്ന്. ഇല്ല, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ. അപ്പോഴാ ഫറോവയുടെ കിങ്കരന്മാർ പാഞ്ഞെടുത്തത് മാഷിദ ബീവിയുടെ മൂത്ത മകനെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് വിളിച്ചെറിഞ്ഞു. എണ്ണയിൽ കിടന്ന പൊന്നമോനും എന്തൊരുകുന്നതാ ഒരു പെണ്ണ് കാണുന്നത്. മാഷിദ ബീവിയോട് ചോദിച്ചു, മാഷിദ പിന്മാറിയോ മാഷിദ? മാഷിദ പറഞ്ഞു, ഇല്ല. രണ്ടാമത്തെ മകനെയും എണ്ണയിലേക്ക് എറിയുകയാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. രണ്ടാമത്തെ മകനെ വലിച്ചെറിഞ്ഞു, എണ്ണയിൽ കിടന്ന് വെന്തുരുകുന്നു. രംഗം കണ്ട മാഷിദ ബീവിയോട് ചോദിച്ചു, മാഷിദ വല്ല ചാഞ്ചല്യവുമുണ്ടോ? അപ്പോഴും മാഷിദ പറഞ്ഞു, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറില്ല എന്ന്. അപ്പോഴാ മൂന്നാമത്തെ മകനെ പിടിക്കാൻ കിങ്കരന്മാർ ചെന്നപ്പോഴാ പിഞ്ചു പൈതല മാതാവിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിന്നത്. തന്റെ ജേട്ടനെ എണ്ണയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട പിഞ്ചു പൈതല തന്റെ മാതാവിന്റെ ശരീരത്തോട് കൂട്ടിപ്പിടിച്ചു നിൽക്കുകയാ. പിഞ്ചു പൈതലിനെ മാഷിദ ബീവിയുടെ ചാരത്ത് നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയ എണ്ണയിലേക്ക് കിങ്കരന്മാർ എറിഞ്ഞത്. മാഷിദ ബീവിയോട് ചോദിച്ചു, മാഷിദ മാറ്റമുണ്ടോ? മാഷിദ ബീവിക്ക് ചാഞ്ചല്യമില്ല. അവസാനം മാഷിദ ബീവിയുടെ ശരീരത്തിൽ ഇരിക്കുന്ന കുഞ്ഞു പൈതലുണ്ട്. മാഷിദ ബീവിയുടെ മാറത്ത് നിന്ന് അമ്മിഞ്ഞ പാൽ മോന്തി കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞു പൈതല. ആ പൈതലിനെയാ പിന്നെ കിങ്കരന്മാർ പിടിച്ചു വലിക്കുന്നത്. മാഷിദ ബീവിയുടെ ഫറോവയുടെ കിങ്കരന്മാരും പിടിവലിയായി. അവസാനം തന്റെ പിഞ്ചു പൈതലിനെ തന്റെ കയ്യിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുമ്പോ മാഷിദ ബീവി കരയുമ്പോഴാ ആ പൊന്നമോനെ സംസാരിച്ചതും, ഉമ്മ ദുഃഖിക്കണ്ടങ്ങ് ഭയപ്പെടണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് ഉമ്മ എന്ന് പഞ്ചു പൈതല മാതാവിനെ സമാധാനിപ്പിക്കുകയാ. പിഞ്ചു പൈതലിനെയും എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ഫറോവ എന്നിട്ട് ചോദിച്ചു, മാഷിദ മാറ്റമുണ്ടടി നിനക്ക്? മാഷിദ ബീവി പറഞ്ഞു, ഇല്ല, എന്റെ റബ്ബിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറില്ല. മാഷിദ ബീവിയും അതാ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാണ്. ഒരു കുടുംബത്തെ മുഴുവൻ പൂർണ്ണമായും നശിപ്പിച്ച് ഫറോവ തന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ കൊട്ടാരത്തിലെ ജനൽപാളികൾക്കിടയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിലുണ്ട്. കണ്ടപാടെ ഫറോവ ചോദിച്ചു, ആസിയ എങ്ങനെയുണ്ട് ആസിയ? എന്നെ അന്യാവിശ്വസിച്ചവർക്കെതിരെ ഞാൻ നടത്തിയ മൂസായുടെ കൂടെ കൂടിയ ആളുകൾക്കെതിരെ ഞാൻ നടത്തിയ ശിക്ഷാ നടപടികൾ എങ്ങനെയുണ്ട് ആസിയ?
ആസിയ ബീവിയോട് ചോദിച്ചപ്പോഴാണ് ആസിയ ബീവി പൊട്ടിത്തെറിച്ചത്. ആസിയ ബീവി പറഞ്ഞു, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ ക്രൂരനാ നിങ്ങൾ. ഫറോവ അന്താളിച്ചു പോയി. ഫറോവക്ക് വല്ലാതെ ഇഷ്ടമാണ് ആസിയയോട്. ആസിയ, നീ എന്താ പറയുന്നത് ആസിയ? ഫറോവക്ക് തോന്നിയത് ഈ ശിക്ഷാ നടപടികൾ കണ്ടപ്പോ ആസിയ ബീവിക്ക് മാനസിക പരമശം സംഭവിച്ചു പോയെന്ന. ആസിയ, നീ എന്താ പറയുന്നത്? അപ്പോഴാ ആസിയ ബീവിയും വിളിച്ചു പറഞ്ഞത്, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. എന്തിന്റെ പേരിലാണോ നിങ്ങൾ ആശിത്തായെയും കുടുംബത്തെയും ശിക്ഷിച്ചത്, അതേ വിശ്വാസത്തിലാ ഞാനുമെന്ന് വിളിച്ചു പറഞ്ഞത്. പറയും ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ഫറോവ തന്റെ കൊട്ടാരത്തിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആസിയ, ഈ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറണം ആസിയ. എന്റെ ഭാര്യ തന്നെ മൂസയുടെ കൂടെയാണെന്നറിഞ്ഞാൽ എനിക്ക് മോശമാണ് ആസിയ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ മാറാൻ തയ്യാറായില്ല. ഫറോവ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ദിവസങ്ങളോളം ചുട്ടുപൊള്ളുന്ന വടരാരണത്തിൽ സൂര്യന്റെ ചുവട്ടിൽ നിർത്തുകയാ. സുന്ദരിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരമാകെ വിവരണമായെന്നല്ല കരുവാളിച്ചു പോയിട്ടുണ്ട്. സൗന്ദര്യം നട്ടുപോയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാതെ വെള്ളം കുടിക്കാതെ ഉള്ള പീഡനമാ. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ മാറ്റാനുള്ള ഫറോവയുടെ ശ്രമമാ. പക്ഷേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഒരൽപ്പം പോലും മാറ്റമില്ല. അപ്പോഴാ ഫറോവ പറഞ്ഞത് തന്റെ കിങ്കരന്മാരോട്, ഇരുമ്പിന്റെ ദണ്ട് പഠിപ്പിച്ചെടുത്ത് ഫറോവയതാ ആസിയയുടെ കാൽപാദം മുതൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചൂടുവെക്കുകയാ. ചോദിക്കുന്നുണ്ട്, ആസിയ മാറിയോ ആസിയ? ആസിയ ബീവി എപ്പോഴും പറയുന്നു, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ മാറ്റാൻ കഴിയില്ലെന്ന് ഫറോവക്ക് ബോധ്യപ്പെട്ടപ്പോഴാ ഇരുമ്പിന്റെ ദണ്ട് പഠിപ്പിച്ചെടുത്ത് ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യ ഭാഗത്തുകൂടെ കുത്തിക്കയറ്റിയത്. അപ്പോഴാ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഈജിപ്തിലെ മടരാരണ്യത്തിൽ കിടന്ന് അല്ലാഹുവിനോട് ചെയ്ത ദുആയാണ് ഈ ലോകാവസാനം വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്. വദറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. താങ്കൾ മനസ്സിലാക്കിയത്? ഉമ്മമാരെ, എന്താണ് ഖുർആന്റെ ആയത്ത് എന്നറിയോ? കേവലം ആസിയ എന്നതൊരു സാധാരണ പെണ്ണാണ്. ഒരു പ്രവാചകന്റെ ഉമ്മയില്ല, ഒരു പ്രവാചകന്റെ ഭാര്യയില്ല, ഒരു പ്രവാചകന്റെ മരുമകളല്ല. മുസാഹിം എന്ന് പറയുന്ന സ്വാത്വികനായ മനുഷ്യന്റെ മകളാ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. കേവലം ഒരു സാധാരണ പെണ്ണാ. ആ പെണ്ണിന്റെ വാക്കുകളാണ്, ആ പെണ്ണിന്റെ ദുആയാണ് രാജാതിരാജനായ അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് ലോകാവസാനം വരെ ഉള്ള മുഴുവൻ ആളുകളെയും കേൾപ്പിക്കാൻ പറഞ്ഞത്. റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഇങ്ങനത്തെ ഒരു വാക്കെങ്കിലും നമ്മൾ വീട്ടിന്റെ അകത്ത് നടക്കണ്ടില്ല, ഇല്ലല്ലോ. എസ്എൽസി പരീക്ഷ, ഹാഫ് ഇയർ എക്സാം കഴിഞ്ഞാൽ മാഷന്മാർ വിളിക്കും സ്കൂളിലേക്ക്. സ്കൂൾക്ക് പീട്ടിയെ വിളിച്ചാൽ എല്ലാ MTA പോകും, എല്ലാ അമ്മമാരും പറഞ്ഞിട്ട് പോകും. മദ്രസക്ക് വിളിച്ച ഒരൊറ്റൊന്നും ഇല്ല. മദ്രസയ്ക്ക് വിളിച്ച ഒരൊറ്റൊന്നാ ബൈക്ക് വരില്ല. സ്കൂളിൽ നമ്മുടെ വീട്ടിന്റെ അകത്ത് നടക്കുന്ന കുട്ടികളിൽ ഉണ്ടാക്കിയ മാറ്റതാണ്. ഏതെങ്കിലും ഒരു ഉമ്മ കുട്ടിയോട് പറഞ്ഞ, മോളെ അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലേ? ഉമ്മ റബ്ബിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഹാഫ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ പറയാൻ, ടീച്ചർ പറഞ്ഞത് ഇംഗ്ലീഷ് മോശമാണ്, കണക്കിൽ തോൽക്കുന്നൊക്കെ പറഞ്ഞു, ശ്രദ്ധിക്കണേ 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 തന്നെ പറഞ്ഞു. ചിന്തിക്കണം. അല്ലാഹു പറയാ, ലോകത്ത് ഈമാനിന്റെ വിഷയത്തിൽ അല്ലാഹു മാതൃകയായി പറഞ്ഞു കൊടുത്തത് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ്. കേൾക്കണം കേൾക്കണം. ഇദ ഖാലത്, ആസിയ എന്ന് പറഞ്ഞ സന്ദർഭം
ആസിയാ ബീവി ചെയ്ത ദുആ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന് കേൾക്കേണ്ട ദുആയാണ്. അതുകൊണ്ട് കേവലം ഒരു സാധാരണ പെണ്ണിന്റെ ദുആ അല്ലാഹു എടുത്തുദ്ധരിച്ചിരിക്കുകയാണ് അല്ലാഹുവിന്റെ കലാമിൽ. റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം എനിക്ക് നീ പണിയണേ അല്ലാഹ്. ആസിയാ ബീവി ദുആ ചെയ്യുന്നത് ഗുഹ്യ ഭാഗത്തുകൂടെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ഡ് ഫറോവ കുത്തിക്കയറ്റുമ്പോഴാ അല്ലാഹുവിനോട് പറയുന്നതല്ലാ, നിനക്ക് വേണ്ടി റബ്ബേ ലോകത്തെ ഏറ്റവും സൗകര്യമുള്ള ഫറോവയുടെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുകയാണ്. അന്നത്തെ കുട്ടികൾ പറഞ്ഞെന്താ, വാപ്പ ഗൾഫിൽ പോയി ഉണ്ടാക്കി കൊടുത്ത വലിയ കൊട്ടാര സമാനമായ വീടുണ്ട്, ആ വീട് മക്കള് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് രാജൻ മതി, രാജപ്പൻ മതി എന്ന് പറഞ്ഞ് ചെറ്റക്കുടിലേക്ക് തിരിച്ചോടി പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. എന്തേ നമ്മളത് കാണേണ്ടി വന്നത്? എന്താണോ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കാത്തതിന്റെ ദുരന്തമാണ് എന്റെ സഹോദരങ്ങളെ. കാലത്തിന്റെ പോക്കാണെന്ന കാലത്തെ കുറ്റം പറയണ്ട. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ, കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, കാലം ഞാനാണ് എന്ന് അല്ലാഹു ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതാ. നമ്മൾ പറയ കാലഘട്ടത്തിന്റെ തകരാർ, കാലഘട്ടത്തിന്റെ തകരാറല്ല, നമ്മളെ തകരാറാ, നമ്മളെ തകരാറാണ്. ആസിയാ ബീവി പറഞ്ഞല്ലോ, അല്ലാഹുവേ ലോകത്തെ ഏറ്റവും സൗകര്യമുള്ള ഫറോവയുടെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുകയാണ്. അതൊരു വെറുതെ വാക്കല്ല. ഫറോവയുടെ കൊട്ടാരത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഈജിപ്തിലൊന്ന് പോകണം. നമ്മൾ മനസ്സിലാക്കി, ഈ ഫറോവയുടെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ എന്നൊക്കെ പറഞ്ഞതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈജിപ്തിലൂടെ യാത്ര ചെയ്യണം. ഈജിപ്തിലുണ്ട് ഒരു മ്യൂസിയം, കൈറോയിലുള്ള ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തില് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാരുടെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തൂതൻഖമൂൻ ഫറോവ ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ സ്ഥാനപ്പേരാണ് ഫറോവ. ഇതുപോലെ നമ്മൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ മാതിരി സ്ഥാനപ്പേരാണല്ലോ. 17ാം ലോകസഭയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറയാം. 15ാം ലോകസഭയുടെ പ്രധാനമന്ത്രി എന്നാണ് മൻമോഹനെ കുറിച്ച് പറയാം. അപ്പൊ സ്ഥാനപ്പേരാണ്. തൂതൻഖമൂൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ഫറോവമാരുടെ ഭരണാധികാരി ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളുണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പോയി കാണുക, ഒരു ഏരിയ തന്നെ. 9ാമത്തെ വയസ്സിൽ അധികാരമേറ്റ് 19ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഭരണാധികാരിയാണ്. അയാൾ ഇരുന്നിരുന്ന ചെയറുണ്ട് ആ മ്യൂസിയത്തിൽ, സ്വർണത്തിന്റെ ചെയറാണ്. അയാൾ കടന്നിരുന്ന കട്ടിലുണ്ട്, സ്വർണത്തിന്റെ കട്ടിലാണ്. ആ കൊട്ടാരത്തിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന കോപ്പുകളുണ്ട്, സ്വർണമാണ്. പ്ലേറ്റുകളുണ്ട്, സ്വർണമാണ്. ചെരുപ്പുകളുണ്ട്, സ്വർണമാണ്. ധരിച്ചിരുന്ന കോട്ടുകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, സ്വർണമാണ്. മാത്രമല്ല മരിച്ചാൽ എംബാം ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന പെട്ടികൾ പോലും ടൺ കണക്കിന് ഭാരമുള്ള സ്വർണങ്ങളാണ്. ആലോചിക്കണം. റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ദുആയുടെ ആഴം എത്രയാണ്. അല്ലാഹ് ലോകത്തെ ഏറ്റവും സുഖസൗകര്യമുള്ള കൊട്ടാരം അല്ലാഹ് നിനക്ക് വേണ്ടി ഞാൻ വലിച്ചെറിയുകയാണ് അല്ലാഹ്. ഇന്നത്തെ നമ്മളെ സമുദായത്തിലെ കുട്ടികൾ പറഞ്ഞ എന്താ, പഠിച്ചോനെ എനിക്ക് ഇന്നാലിനോട് വലിയ ഇഷ്ട, ഓനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ ദീനും വലിച്ചെറിയുകയാണ് എന്ന് തിരിച്ചാ പറയുന്നത്. അതിന്റെ കാരണം നമ്മൾ ഈ മക്കളുടെ ഖൽബിലേക്ക് ഈമാൻ ഇൻജക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഫറോവയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആസിയാ ബീവി 100% ഇസ്ലാമിക വിരുദ്ധമായ സാഹചര്യത്തിൽ ജീവിച്ച ആസിയാ ബീവി ഈ സാഹചര്യത്തിൽ നിന്ന് പോലും അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളാൻ കാരണമെന്താ? ഖൽബിന്റെ അകത്തേക്ക് ഈമാൻ കയറി ചെന്നതാണ്. അതാണ് എന്റെ സഹോദരങ്ങളെ, അതാണ് പെണ്ണിൽ സംഭവിച്ചു പോയ, ഉമ്മത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന മൂല്യച്യുതിക്ക് ഏക പരിഹാരം അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കലാണ്. നേരത്തെ റഷീദ് ഫൈസി അവിടെ പറഞ്ഞില്ലേ, സമസ്ത കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി SLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് +2 വരെ പഠിക്കാനും, +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി വരെ പഠിക്കാനും, ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കി എന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഡിഗ്രി പഠിച്ചിട്ടില്ല എന്നൊരു ഒരു കുഴപ്പമില്ല, ഉണ്ടാവും. സത്യം പറയണം. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ഇല്ലാന്ന് മൂപ്പരോട് എങ്ങനെ പറയാൻ കരുതിയിട്ട് പറഞ്ഞതാണെന്ന് പറയണ്ട. ഡിഗ്രി പഠിച്ചിട്ടില്ല എന്നൊരു വല്ല കുഴപ്പമുണ്ടോ?
നിങ്ങൾ മുണ്ടില്ലുണ്ടോ? ഉണ്ടോ? എനിക്ക് ഞാൻ കല്യാണം കഴിച്ച് 13 കൊല്ലായിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യക്ക് SLC വിദ്യാഭ്യാസം. SLC മതി എന്ന് പറഞ്ഞാൽ ഞാൻ +2 ഡിഗ്രി ഒന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് എന്റെ കുട്ടികൾക്ക് പഠനം കിട്ടാതെ പോയിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഡിഗ്രി പഠിച്ചു വരുമ്പോഴേക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിലേന്തി വരുമ്പോഴേക്ക് വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ദീൻ വേണ്ട, മതം വേണ്ട എന്ന ചിന്ത വരുന്ന പെണ്ണാണോ ആണാണോ ഉമ്മ? എന്തിനാണ് ആ വിദ്യാഭ്യാസം എന്റെ പ്രിയമുള്ള പെങ്ങളെ? എന്തിനാണ് ആ വിദ്യാഭ്യാസം? എന്തിനാണ് ആ വിദ്യാഭ്യാസം? ഞാൻ നേരത്തെ ചോദിച്ചില്ലേ നിങ്ങളോട്, MBBSന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി MD പഠിക്കുന്ന പൊന്നമോൾ 23 വയസ്സായ കുട്ടിയെ പറഞ്ഞ ഉമ്മ എനിക്ക് കാണാൻ. എന്തിനാണ് ആ വിദ്യാഭ്യാസം? എന്താണ് ആ വിദ്യാഭ്യാസം കൊണ്ട് എന്റെ നേട്ടമാണ് എന്റെ സഹോദര? സൂറത്തുൽ ലുഖ്മാൻ. എന്റെ സമയം കഴിഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 10 മണിന്നാണ് സമയം പറഞ്ഞു. ആ ബഷീർക്കാരോട് അങ്ങനെ പറഞ്ഞു. ബഷീർക്ക് എന്നോട് പറഞ്ഞത്, നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച് ഉടനെ വയൽ തുടങ്ങും, 10 മണിന് മുമ്പ് തീർക്കണം. 8 മിനിറ്റ് കൂടി ഉണ്ട്, അവിടെ നിർത്തും. വിഷയടി എത്തിയില്ല. ഒരു ഖുർആൻ പറഞ്ഞ, ഒരു റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു മഹദി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന് പരിചയപ്പെടുത്തിയ 4 മഹദിമാരുണ്ട്. ആ 4 മഹദിമാരിലും എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ക്വാളിറ്റി? നമ്മളിപ്പോ അദീലന്റെ മൈലിയാക്കാനുള്ള ശ്രമത്തിലാ പല ആൾക്കാരും. അദീലയല്ല ഉമ്മ ആകേണ്ടത്, ഫാത്തിമയാണ് ആകേണ്ടത്. ഏത് ഫാത്തിമയാണ്? മദീനത്തിന്റെ വിശ്രമം കൊള്ളുന്ന ഫാത്തിമയാ. ആ ഫാത്തിമയെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞത്, സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ നേതാവാണ് എന്റെ മോൾ ഫാത്തിമ എന്ന് റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? എന്താണ് ആ ഫാത്തിമ ബീവിയുടെ ക്വാളിറ്റി പറഞ്ഞത്? ഉമ്മ കാത് തുറന്ന് കേൾക്കേണ്ട പെങ്ങളെ, എന്താണ് ആ ഫാത്തിമ ബീവിയുടെ ക്വാളിറ്റി? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താ? ഫാത്തിമ ബീവിക്ക് +2 എല്ലാ വിഷയത്തിലും A+ എന്നല്ല, സയൻസിൽ എൻട്രൻസിന് കിട്ടി എന്നല്ല, എന്റെ മോൾ സയൻസിന് പഠിക്കുന്നുവെന്നല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ക്വാളിറ്റി. കേൾക്കേണ്ട പെങ്ങളെ, കേൾക്ക് നിങ്ങൾ. അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമേ ഉമ്മത്ത്, അല്ലാതെ ഈ ഉമ്മത്തിന് പരിഹാരമില്ല. ഇന്ന ഫാത്തിമ ഹസ്വനത് ഫർജഹാ. എന്റെ പൊന്നമോൾ ഫാത്തിമ ഔറത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച മോളാ. ഫഹറമഹല്ലാഹു അലന്നാർ. അതുകൊണ്ട് എന്നെ മോൾക്ക് അല്ലാഹു നരകം നിഷിദ്ധമാക്കി എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ മോൾ സ്വർഗം കടക്കാനുള്ള ക്വാളിറ്റി പറഞ്ഞത് ഫാത്തിമ ബീവി. സ്വർഗം കടക്കാനുള്ള ക്വാളിറ്റിയായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫാത്തിമ ഫാത്തിമ ലഖ്തേ ജിഗറേ മുസ്തഫ. ഫാത്തിമ ഫാത്തിമ ഹിബ്ബേ റസൂലേ മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ ഘട്ടമായ ഫാത്തിമ ബീവിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം പറഞ്ഞത്, ഉമ്മ കാത് തുറന്ന് കേൾക്ക്. പെങ്ങളെ കാത് തുറന്ന് കേൾക്കടി. +2 പഠിക്കാൻ പോകുന്ന എന്റെ പെങ്ങളെ, ഔറത്ത് മറക്കാതെ നടക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറക്കുന്ന പെങ്ങളെ, കേൾക്കുന്നേയും മരണമുണ്ടെന്ന് ഓർമ്മയില്ലേ? ഖബറിൽ കിടക്കണമെന്ന് ഓർമ്മയില്ലേ? നിങ്ങൾ കഴിഞ്ഞ് ഖബറിൽ കിടക്കണമെന്ന ചിന്തയില്ലേ? എന്റെ പ്രിയപ്പെട്ട അബ്ദുഖാനെ ഞാൻ ഓർത്തുപോയി. ഇവിടെ വന്നപ്പോഴേ ഞാൻ മാപ്പ് പറഞ്ഞു അബ്ദുഖായോട്. അബ്ദുഖായുടെ പൊന്നമോൻ മരിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ചെറിയ ഇളം പൈതലാ. ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത്ര വയസ്സ് ഞാൻ ജീവിക്കുമെന്ന്? പെങ്ങളെ, നീ ആ നടക്കുന്ന നടപ്പിലാ മരിച്ചുപോയതെങ്കിൽ കിടക്കേണ്ട തലമേതാണെന്നറിയുമോ? ഖബറല്ലേ എന്റെ പെങ്ങളെ. ഖബറിന്റെ അവസ്ഥ അറിയുമോ നിനക്ക്? നീ ഒന്ന് പോയി പൊളിച്ചു നോക്ക്. 15 ദിവസം മുമ്പ് മരിച്ചുപോയ മയ്യത്തിനെ കിടത്തിയ ഖബറിന്റെ മേൽഭാഗം ഒന്ന് പൊളിച്ചു നോക്കു നീ. ഖബറിന്റെ അവസ്ഥ അറിയാൻ അലദ്ദോദുൽ ഹുദൂദ വഗാസ ഫീഹാ അഖൂലൽ ബഹിയാതി തിറാബി. പെങ്ങളെ, ഈ ജീവിതം മറന്നു പോകുന്നുണ്ടോ നമ്മൾ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ ഫാത്തിമക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകാൻ കാരണം ഫാത്തിമ ബീവിയുടെ തഹജ്ജുദിന്റെ ഭംഗിയല്ല. പുണ്യ നബി പറഞ്ഞത്, ഫാത്തിമ ബീവി എല്ലാ ദിവസവും
ദിവസവും ഖുർആൻ ഖത്തം തീർക്കുന്ന പെണ്ണെന്നല്ല പറഞ്ഞത്. ഫാത്തിമ ബീവി എല്ലാ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന പെണ്ണായതുകൊണ്ടെന്നല്ല പറഞ്ഞത്. അതൊക്കെ ചെയ്യണമെന്നാൽ നരകത്തിൽ നിന്ന് ഫാത്തിമ ബീവി രക്ഷപ്പെടാനുള്ള കാരണം പറഞ്ഞത്. ഫാത്തിമ ബീവിയിൽ മിഴച്ചു നിന്നിരുന്ന ക്വാളിറ്റി അല്ലാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് ഹസ്വനത്ത് ഫർജഹാ, തന്റെ ശരീരം ഒരന്യ പുരുഷനും കാണിച്ചു കൊടുക്കാത്ത പെണ്ണ എന്റെ മോൾ ഫാത്തിമയെന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പരിസരത്തുള്ള ഒരു സ്കൂളിനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലം എന്നോട് പറഞ്ഞല്ലോ. 10ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ട് സ്കൂൾ അടക്കുന്ന ദിവസമാണ്. സ്കൂളിന്റെ ക്ലാസ്സിലെ റൂമിൽ ബെഞ്ചിലും ഡെസ്കിലും മേശപ്പുറത്തൊക്കെ കയറി നിന്നിട്ട് സിനിമാറ്റിക് ഡാൻസ്, ആണും പെണ്ണും ഒന്നിച്ച്. നമ്മളെ പരിസരം തന്നെ ആരായിരിക്കും? മഹാബോരിവാൻ കുട്ടികളും മുസ്ലിങ്ങളായിരിക്കും. നമ്മൾ പറയാൻ നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളൊക്കെ തന്തേന്ന് എന്തിനാ പറയണേ? നമ്മളൊക്കെ പിന്നെ ഉമ്മയാണെന്നെന്തിനാ പറയുന്നത്? നമ്മൾ പിന്നെ അധ്യാപകനാണ് എന്നെന്തിനാ പറയുന്നത്? നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവ നിയന്ത്രണം അടികൊണ്ടല്ല, മാനസികമായി നിയന്ത്രണമാ. ഇന്നഹാ ഇൻദകും മിത്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. ലുഖ്മാൻ അലൈഹിസ്സലാം തന്നെ മകനെ പഠിപ്പിച്ച മൂന്നാമത്തെ കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാമത് പഠിപ്പിച്ച വിദ്യാഭ്യാസം കൊണ്ടുള്ള ഒന്നാമത് ലക്ഷ്യം എന്താ അറിയോ? അല്ലാഹുവിനെ അറിയല. ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. അല്ലാഹുവിന്റെ തൗഹീദ് ഖൽബിൽ ഉറക്കലാണ്. പഴയ കാലത്ത് മദ്രസ ഒന്നുമില്ലേലും പള്ളിക്കൂടങ്ങളാണെങ്കിലും വീട്ടിന്റെ അകത്ത് നീ ഈമാൻ ഖൽബിൽ ഉറപ്പിച്ചിരുന്നു. എന്നാ പണി നടക്കുന്നില്ല. ഇന്ന് നടക്കുന്ന പണി വീട്ടിന്റെ അകത്ത് നിന്ന് സിനിമ കാണിച്ചു കൊടുക്കലാണ്. ഇന്ന് വീട്ടിന്റെ അകത്ത് നിന്ന് സീരിയൽ കാണിച്ചു കൊടുക്കലാണ്. മോഹൻലാലിനെ പരിചയപ്പെടുത്തലാണ്. മീര ജാസ്മിനെ പരിചയപ്പെടുത്തലാണ്. ഉമ്മാ അതാ സംഭവിച്ചു പോയ തകരാർ. ഉമ്മത്തിന് സംഭവിച്ചത് മദ്രസയുടെ കുറവല്ല. ആര് പറഞ്ഞു മദ്രസയുടെ കുറവാണ് എന്ന്? വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല അല്ലേ? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഇപ്പൊ അൽബിർ തുടങ്ങിയിട്ടുണ്ട്. അൽബിർ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? വീട്ടിന്റെ അകത്ത് നീ പണി നടക്കാത്ത കാലത്തോളം ഉമ്മത്ത് നന്നാവൂല. വീട്ടിന്റെ അകത്ത് നിന്ന് ഈ പണി നടക്കാത്ത കാലത്തോളം ഉമ്മത്ത് നന്നാവൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 മണിയായല്ലോ. പിന്നെ രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സഹോദരിയാരാ? രണ്ടാമത് പറഞ്ഞത് മറിയമു ബിൻതു ഇമ്രാൻ. ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ ശ്രദ്ധിക്കണേ, മറിയം ബീവിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താ ഖുർആൻ എടുത്ത് പറഞ്ഞ അതേ ആയത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ആയത്ത് വലറബല്ലാഹു മതലൽ ലില്ലദീന ആമനു. അല്ലാഹു ഉദാഹരണം പറഞ്ഞത് ആസിയ ബീവിയെ, മറിയം ബീവിയെ, ഖദീജ ബീവിയെ, പിന്നാരെ ഫാത്തിമ ബീവിയെ, റസൂലുള്ളാഹി മാതൃകയെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം അദീലനെ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് എക്സാമുകൾ പാസ്സായി ലോകത്തിന്റെ ഭരണതരങ്ങളിൽ ഇരിക്കാൻ പറ്റുക. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പറ്റും. അടുത്ത തവണ വരുമ്പോ ഇത് സ്ത്രീ സംവരണ വാർഡാണ്. സ്ത്രീ സംവരണം സീറ്റാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡൻസി, അതായത് പ്രസിഡന്റ് സീറ്റ് സ്ത്രീ സംവരണ സീറ്റാണ്. അങ്ങനെ പ്രസിഡന്റ് ആകാൻ പറ്റുന്ന പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് മാതൃകയായി കാണിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും കാണിച്ചു തന്നത് ഈ 4 മഹദിമാരെ. ഇതിൽ രണ്ടാമത്തെ മഹദിയാരാ? വമറിയം ഇബ്നത ഇമ്രാൻ. കേൾക്കണേ, ഞാൻ അവസാനിപ്പിക്കുന്നു. വമറിയം ഇബ്നത ഇമ്രാൻ. ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹു നിങ്ങൾക്ക് മാതൃകയായി പറഞ്ഞു തരാം. എന്താ മറിയം ബീവിയുടെ ക്വാളിറ്റി? മറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. കാത് തുറന്ന് കേൾക്കണ്ട പെങ്ങളെ, അഹ്സനത് ഫർജഹാ. എന്താണ് അതിന്റെ അർത്ഥം? അഹ്സനത് ഫർജഹാ എന്ന് പറഞ്ഞാൽ തന്റെ ഔറത്തിന് കോട്ട കെട്ടിയ പെണ്ണാണ് മറിയമെന്ന്. ഔറത്ത് മറച്ചു എന്നല്ല,
ഔറത്ത് മറച്ചു എന്നല്ല, അഹ്സനത്ത് ഫർജഹാന. ദാ വലിയൊരു പണ്ഡിതൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. അഹ്സന എന്നത് ഹിസ്ൻ. എന്താ അഹ്സന എന്ന പദത്തിന്റെ അർത്ഥം? അഹ്സന എന്നുള്ള പദത്തിന് ഭാഷാന്തരം ചെയ്യാൻ മലയാളത്തിൽ വാക്കില്ല. നിങ്ങൾ വല്ല വാക്കും എന്നോട് പറഞ്ഞു തന്നാൽ അഹ്സന എന്ന പദത്തിന് നേരെ പരിഭാഷപ്പെടുത്താൻ പറ്റാവുന്ന വാക്ക് മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞു തന്നാ നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ തരും. വാക്കില്ല. അഹ്സനത്ത് ഫർജഹാ, ഗുഹ്യ ഭാഗം സൂക്ഷിച്ച പെണ്ണ് എന്നൊക്കെ നമ്മൾ പറയാ, അർത്ഥമല്ല അതിന്റെ. ചോദിക്കൂ നിങ്ങൾ ആലിമീങ്ങളോട്, ഹിസ്ന് എന്ന പദത്തിന്റെ അർത്ഥം കോട്ട എന്നാണ്. ഹിസ്ന് എന്ന പദത്തിന്റെ അർത്ഥം കോട്ട എന്നാണ്. അഹ്സനത് ഫർജഹാ, ഹിസ്ന് അഹ്സന എന്ന് പറഞ്ഞാൽ കോട്ട കെട്ടി എന്നാണ്. അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യ ഭാഗത്തിന് കോട്ട കെട്ടിയ പെണ്ണാണ് മറിയമെന്ന്. തന്റെ ഗുഹ്യ ഭാഗത്തിന് കോട്ട കെട്ടിയ പെണ്ണാണ് മറിയമെന്ന്. പർദ്ദയിട്ട പെണ്ണ് എന്നല്ല, തട്ടമിട്ട പെണ്ണ് എന്നല്ല, മുഖം പറച്ച പെണ്ണ് എന്നല്ല, തന്റെ ശരീരത്തിന് കോട്ട കെട്ടിയ പെണ്ണാണ് മറിയമെന്ന്. ശരീരത്തിന് കോട്ട കെട്ടണം, പർദ്ദട്ട പോരാന്ന്. പർദ്ദട്ടാൽ പോരാ, കോട്ട കെട്ടണം എന്ന്. പിന്നെങ്ങനെ പറയല്? കാണാൻ പാടില്ലാത്തവരാണ് പെരയിലിരുന്നോട്ടേന്ന്. സംശയം പറഞ്ഞു ശരിയല്ലേ? ഡോക്ടർമാര് മലത്തിലെ കൃമി പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഡോക്ടർമാർ മലത്തിലെ കൃമി പരിശോധിച്ചാൽ മതി. ദീൻ പറയേണ്ടത് ആലിമീങ്ങളാണ്. കാണാൻ പാടില്ലാത്തവർ വീട്ടിൽ ഇരിക്കട്ടെ എന്ന് ഖുർആൻ പെണ്ണിനോട് പറഞ്ഞതെന്നാ, വീട്ടിലിരിക്കാനല്ലേ? ഖുർആൻ പെണ്ണിനോട് പറഞ്ഞത് വീട്ടിലിരിക്കാനല്ലേ? പഴയ കാലത്ത് ആലിമീങ്ങൾ പെണ്ണിനോട് പഠിക്കണ്ടെന്ന് പറഞ്ഞു. പെണ്ണ് പഠിച്ച അപകടം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. നമ്മളാ പറഞ്ഞ വാക്ക് നമ്മൾ മനസ്സിലാക്കാൻ കാലങ്ങൾ കഴിയേണ്ടി വന്നില്ലേ? പെണ്ണ് പഠിച്ചാൽ പഠനം കൊണ്ട് കിട്ടുന്ന ഗുണത്തെക്കാൾ ഏറെ അപകടമാണ് പെണ്ണ് പഠിച്ചാൽ എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാ പെണ്ണ് അനിവാര്യമായത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കാലം തെളിയിച്ചില്ലേ അത്? ഖുർആൻ പറഞ്ഞത് തന്നെ എന്താ ഖുർആൻ പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന. ഗൾഫിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇവിടെ. ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊക്കെ നിങ്ങൾ ഗൾഫ് പോയില്ല? നിങ്ങൾ പോയില്ലേ ഗൾഫിൽ? ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്. വഖർന ഉസ്താമാർ അർത്ഥം വെച്ചിട്ട് അങ്ങനെ ആക്കിയെന്ന് തോന്നണ്ട. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീടിന്റെ അകത്തലങ്ങളിൽ അടങ്ങിയൊതുങ്ങി കഴിയണേ. ഫീ ബുയൂതികുന്ന, സ്ത്രീ തന്റെ ശരീരത്തിന് കോട്ട കെട്ടണം എന്ന് ഖുർആൻ. ആ കോട്ട കെട്ടണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും വിശദീകരിക്കണ്ട. പക്ഷേ എന്റെ സമയം കഴിഞ്ഞ് 2 മിനിറ്റ് അധികമായി, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സ്ത്രീ വാട്സപ്പിൽ അംഗമാകാൻ പറ്റുമോ? അഹ്സനത് ഫർജഹാ, ആ വാക്കിൽ അല്ലാഹു പറയുന്നത് പെണ്ണെ നീ വാട്സപ്പിൽ കളിക്കരുത് എന്നാണ്. അഹ്സനത് ഫർജഹാ, നീ നിന്റെ ശരീരത്തിന് കോട്ട കെട്ടണം എന്ന്. കോട്ട കണ്ട ആളുകളുണ്ടോ? കോട്ട കാസർഗോഡ് ഒരു ബേക്കൽ കോട്ട, ടിപ്പു സുൽത്താന്റെ കോട്ടയായിരുന്നു. ആ കോട്ടയെ പോയൊക്കെ കിലോമീറ്ററുകളോളം ദൂരത്താണ് മതിലുള്ളത്. ഒളിക്കുന്ന ഒളി സങ്കേതമല്ലേ വീടോ? അതേതെങ്കിലും ഒരു മൂലക്കായിരിക്കും ഉണ്ടാവുക. അതേപോലെ നിങ്ങൾ അഹ്സനത് ഫർജഹാ, ഫർജിന് നിങ്ങൾ കോട്ട കെട്ടണം എന്ന് ഖുർആൻ. ആ കോട്ട എങ്ങനെ കെട്ടണം എന്നാണ് അല്ലാഹു സൂറത്തുൻ നൂറിൽ പറഞ്ഞത്. ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, പെണ്ണിനോട് പറയണം കണ്ണടച്ച് നടക്കാൻ. കണ്ണടച്ചാൽ നടക്കാൻ പറ്റൂ? നടക്കാൻ പറ്റൂല. പക്ഷെ കണ്ണ് തുറന്ന് തന്നെ നടക്കണ്ടേ? പക്ഷെ തുറന്ന് നടക്കാനും അടച്ചമാതിരി നടക്കണം എന്നാ. ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് വല്ലദുരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ചെറിയ സമയം കൊണ്ട് പറഞ്ഞത് ഇതൊക്കെ പറയണ്ട. വല്ലദുരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ തട്ടത്തിന്റെ തലപ്പ് മാറത്തേക്ക് താഴ്ത്തിയിടാൻ പറയണം. ആയത്തത് റുക്കൂവിൽ എന്താ ചൊല്ലേണ്ടതെന്ന് ഖുർആൻ നേരെ പറഞ്ഞിട്ടില്ല. എന്നാ പെണ്ണിനോട് പറയാ, പെണ്ണെ നീ നിന്റെ തട്ടത്തിന്റെ തലപ്പ് മാറത്തേക്ക് താഴ്ത്തിയിടണം പെണ്ണെ എന്ന് ഖുർആൻ. തട്ടത്തിന്റെ തലപ്പ് താഴത്തേക്ക് മാറത്തേക്ക് താഴ്ത്തിയിടണേ എന്ന്. വല്ലദുരിബിന, പിന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞെന്താ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, പെണ്ണിനോട് അവർ മേലേട്ടിരിക്കുന്ന വസ്ത്രം അത് താഴത്തേക്ക് യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന,
താഴത്തേക്ക് താഴ്ത്തിയിടാൻ പറയണേ. മറിയം ബീവിയുടെ ക്വാളിറ്റി അല്ലാഹു പറഞ്ഞത് തന്റെ ശരീരത്തിന് കോട്ട കെട്ടിയ പെണ്ണാണ് മറിയമെന്ന്. അന്നത്തെ പെണ്ണുങ്ങളെ തട്ടിടണോ? ഇന്നത്തെ പെണ്ണുങ്ങളെ തട്ടിടണ വലിയ തട്ടെടുത്തിട്ട് ഓൽക്കൊരു പണിയുണ്ട്. ഓലിങ്ങനെ കുറെ മടക്കാക്കും, ലെയറാക്കും. എന്നിട്ട് അള്ള പറഞ്ഞ തട്ടത്തിന്റെ തലപ്പ് മാറത്തേക്ക് താഴ്ത്തിയിടാനാ ഓലെടുത്തിട്ട് അത് ഇങ്ങനെ. എന്നിട്ടോ ഇതുകൂടി എടുത്തു. എന്നിട്ട് പിന്നെ എല്ലാ 10 മിനിറ്റിലും ഒരു 25 വട്ടം ഇങ്ങനെ. ഇപ്പൊ കണ്ടങ്ങൾ തീരെ കോലില്ലാത്ത ഞാൻ പോലും എന്തൊരു കോലം. അപ്പൊ കോലില്ലാത്ത പെണ്ണിനെ കോലാക്ക്. ഇതൊന്നും ദീനല്ലേ? സ്വർഗത്ത് കണ്ട് കടക്കാൻ കഴിയുന്നു വിചാരിക്കണം. എന്താ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു പെണ്ണിന്റെ പ്രധാനമായ ഖുർആനല്ലേ? ചിന്തിക്കുങ്ങള്. പഴയ കാലത്തെ പെണ്ണുങ്ങൾ എന്തുകൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചത്? പോലെ കയ്യിൽ MBBSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടല്ല. അവരുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു, അച്ചടക്കമുണ്ടായിരുന്നു. ഇമ്രാന്റെ മോള് മറിയം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞറിയോ? എന്റെ ഔറത്തിന്റെ കോട്ട കെട്ടിയ പെണ്ണ. പിന്നെ പറഞ്ഞ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ.